ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനില്ലാതെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് വാൻചോ കേക്ക് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് നമുക്കതിൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് 2 ടീസ്പൂൺ മൈദ മാറ്റി വയ്ക്കുക. 2 ടീസ്പൂൺ മൈദയ്ക്ക് പകരമായിട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കധികം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 2-3 വട്ടം നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് 2-3 വട്ടം അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയെല്ലാം റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി ഒന്ന് ബീറ്റായി വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരേ വേണ്ടൂ. ഒരു 3-4 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പൊടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 2 വട്ടമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വട്ടം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതും പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സൈഡിലും നടുക്കിലെല്ലാം ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പത്ത് വെക്കണം. അപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മൂടിക്ക് ചെറിയ ഹോൾ ഉണ്ടാവും, അതെല്ലാം മൈദമാവ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 30 മിനിറ്റ് സമയമാകുമ്പോഴേക്കും കേക്ക് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. സൈഡിലും പിന്നിലൊക്കെയുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് നമുക്ക് 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വാനില കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ അതേ സെയിം മെത്തേഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അതിനുശേഷം ഒരു 2-3 വട്ടം ഇത് അരിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 സെക്കൻഡ് മാത്രം മതി. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 വട്ടമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് വാനില സ്പോഞ്ച് കേക്കിനായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലും നടുക്കിലെല്ലാം ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഞാനിത് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം.
അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ സെയിം മെത്തേഡിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് മതിയാവും ബേക്കായിട്ട് വരാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ വാനില കേക്കും ചോക്ലേറ്റ് കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ആവുന്ന വരെ, നല്ല സ്റ്റിഫായിട്ട് ആവുന്ന വരെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു പകുതി വേണ്ട, അതിന് കുറച്ച് കുറവായിട്ടുള്ളത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. അതിനുശേഷം നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കേക്കിൻ ലെയർ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോക്ലേറ്റിന് കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി വെക്കുന്നത്. ഇനി ഇത് രണ്ടും, അതായത് ഈ കൊക്കോ പൗഡർ വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും പിന്നെ നോർമലായിട്ടുള്ള വിപ്പിംഗ് ക്രീമും രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായൊന്ന് ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ നന്നായൊന്ന് തണുത്തിട്ട് സെറ്റായിട്ട് വരും. പെട്ടെന്ന് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മതി. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം കുറച്ച് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില സ്പോഞ്ച് കേക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ചതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് കേക്കൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നോർമലായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് 4 ലെയറും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ലെയറും കേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെയും സൈഡിലൊക്കെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മേലെയും സൈഡിലെല്ലാം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അരമണിക്കൂറിന് ശേഷം കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് നല്ല ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാറുമ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണിത്. അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്താവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ ചോക്ലേറ്റ് മതിയാവും. ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ നല്ല ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയൊരു ഹോൾ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഇത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ പപ്പട കമ്പിയുടെ പിൻഭാഗം വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ടോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് അതിൻ്റെ അടിഭാഗത്തും ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. നന്നായിട്ട് ഇതൊന്ന് സെറ്റായിട്ട് വരണം. കുറഞ്ഞൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും നല്ല ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വാൻചോ കേക്ക് ഓവൻ ഇല്ലാതെ വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.